നമുക്ക് നിധിയുടെ സുധീഷിന്റെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ സുധീഷ് ഗായത്രിയുടെ പിന്നാലെ നടന്ന് സുധീഷിന് പണി കിട്ടുന്നുണ്ട്. കാരണം നിധിയെ എങ്ങനെയെങ്കിലും തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗായത്രിയുമായിട്ട് ഇഷ്ടമുണ്ടെന്നുള്ള രീതിയിൽ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെ ഒടുവിൽ സുധീഷിനുണ്ട് ഗായത്രി പണി കൊടുക്കുവാണ്. ഗായത്രിയുടെ പിറന്നാൾ ദിവസം സുധീഷ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗായത്രിയുടെ ബോയ് ഫ്രണ്ട്സിനെയൊക്കെ ഗായത്രിയുടെ ആ ഫ്രണ്ട്സിനെയൊക്കെ ഗായത്രി പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നീട് സുധീഷിനെ പരിചയപ്പെടുത്തിയത് ഇതെൻ്റെ ബോയ് ഫ്രണ്ടാണ്, എൻ്റെ ലവറാന്നൊക്കെ പറഞ്ഞ സുധീഷ് ഒരു വിധത്തിലാണ് അവിടുന്ന് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് വരുന്നത്. സുധീഷിന് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. സുധീഷ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത്. സുധീഷിന് വീട്ടിൽ വന്നാലും ഒരു സമാധാനം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പതിവ് പോലെ നിധി എന്ത് ചെയ്തു, ജോലിക്ക് പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഭാസ്കരൻ ഇങ്ങനെ പനിച്ച് കിടക്കുവാണ്. ആ കാഴ്ച കണ്ടപ്പോൾ നിധിക്ക് സഹിച്ചില്ല. നിധിക്ക് വല്ലാത്തൊരു ടെൻഷനായി. അങ്ങനെ നിധി ഭാസ്കരനോട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, ഒന്നുമില്ല മോളെ, അതൊക്കെ സ്വാഭാവിക, കുറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞു. അന്നത്തെ ഒരു രാത്രി അങ്ങോട്ട് കഴിഞ്ഞു പോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴും ഭാസ്കരന് പനി കൂടുക ചെയ്തേ. നിധിക്ക് ടെൻഷനായി. നിധി സുഭാഷിനെ വിളിച്ചുകൊണ്ട് വന്ന് സുഭാഷിനോട് പറഞ്ഞു, സുഭാഷ് ചേട്ടൻ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അച്ഛനെ. ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, കാരണം പനിയല്ലേ, ഇന്നത്തെ കാലത്തെ പനിയല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. സുഭാഷ് ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചെങ്കിലും ഭാസ്കരൻ പോകാൻ കൂട്ടാക്കില്ല. അതെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഒടുവിൽ അവിടെ ഇരുന്ന് മെഡിസിനൊക്കെ എടുത്തു കൊടുത്തു. പിന്നീട് നിധി പറഞ്ഞു, എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കണം അച്ഛാ, എനിക്കൊരു കുഴപ്പമില്ല, മോള് ധൈര്യമായിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു. എനിക്കിവിടെ പനി വരുന്നൊക്കെ സർവ്വസാധാരണ, എന്നെ ആരും കെയർ ചെയ്യാറൊന്നുമില്ല, ഞാനിവിടെ കിടക്കും, കുറഞ്ഞു കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, അതെ ഇത്തവണ അങ്ങനെയൊന്നും അല്ല, അറിയാലോ, അച്ഛൻ എന്തേലും വിഷമമുണ്ടെങ്കിൽ പറയണം. നിധിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭാസ്കരന് പനിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ. പിന്നീട് നിധി ജോലിക്ക് പോവാണ്. സുഭാഷ് പറഞ്ഞ് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പം ഭാസ്കരൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സുഭാഷും പോയി. ഈ സമയത്ത് ഗായത്രി സുധീഷിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ സുധീഷിന് കോൾ എടുക്കാൻ പറ്റില്ല. സുധീഷിന് വല്ലാത്ത ടെൻഷനായി. ഇനി അവൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ കോൾ എടുക്കുന്നത് ശരിയല്ല എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. കാരണം അവള് വേറെ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവള് തൻ്റെ തലയിൽ കയറുമെന്നൊരു ഭയം. നിധിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ ഇനി അത് ശരിയാകത്തില്ല എന്നുള്ള കാര്യം മനസ്സിലുണ്ടാവുന്നുണ്ട്. വൈകുന്നേരം നിധി ജോലി കഴിഞ്ഞ് വന്നപ്പോഴും ഭാസ്കറിന് നല്ല പനിയാണ്. ഭയങ്കര ടെൻഷനായിപ്പോയി നിധിക്ക്. നിധി പെട്ടെന്ന് എന്ത് ചെയ്തു, അടുക്കളയിലേക്ക് പോയിട്ട് ചായയൊക്കെ വെച്ച് ചായ ബണ്ണും എല്ലാം കൊണ്ടേ കൊടുത്തു. നികേഷും ഉണ്ടായിരുന്നു അവിടെ. അന്ന് അത് കഴിക്കാൻ പറഞ്ഞു. ഭാസ്കരന് വേണ്ടാന്നൊക്കെ പറഞ്ഞാൽ നിധി നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ്. എന്തിനാ മോളെ നീ റിസ്ക് എടുക്കണേ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് വീട്ടിലേക്ക് വരുന്നത്. സുധീഷ് വന്ന് കഴിഞ്ഞപ്പോൾ നിധി പറഞ്ഞു, ഒരു തെർമോമീറ്റർ പോയി വാങ്ങിച്ചുകൊണ്ട് പോവാ, അച്ഛൻ്റെ പനിയൊന്നും നോക്കാം, എത്ര പനി എങ്ങനെയെന്ന് അറിയില്ലോ എന്ന് പറഞ്ഞു. ആദ്യം സുധീഷ് ദേഷ്യത്തോടെ പറഞ്ഞ് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ നീതി പോയി വാങ്ങിച്ചോളാന്ന് പറഞ്ഞപ്പോൾ സുധീഷ് വാങ്ങിക്കാന്ന് പറഞ്ഞ് സുധീഷ് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ സുധീഷ് തെർമോമീറ്റർ ഒക്കെ വാങ്ങിച്ചുകൊണ്ടു. ആ സമയത്ത് നിധി ഭാസ്കരന് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താണെങ്കിലും ആദ്യം നോക്കുമ്പോൾ നല്ല പനി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പനി കുറച്ച് കുറഞ്ഞു. അപ്പോഴാണ് നിധിക്കൊരു സമാധാനമായത്. ഭാസ്കരൻ എന്തെന്നില്ലാത്തൊരു സന്തോഷം. കാരണം നിധി തന്നെ ഇങ്ങനെ കെയർ ചെയ്യുമ്പം ഇന്ന് വരെ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല ഈ വീട്ടിൽ. സുഭാഷ് കെയർ ചെയ്യും, പക്ഷെ അങ്ങനെയല്ല. ഈ പറയുന്ന നികേഷ് ആണെങ്കിലും സുധീഷ് ആണെങ്കിലും ഭാസ്കരന് പനിയോ എന്തെന്നുള്ള രീതിയിൽ പോകത്തുള്ളൂ. ഒടുവിൽ ഭാസ്കരൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷ് പറഞ്ഞു, അതെ അങ്ങോട്ട് മാത്രം കെയറിങ് ഇട്ടിട്ട് കാര്യമില്ല, തിരിച്ചിങ്ങോട്ടുണ്ടെങ്കിലോ കെയറിങ് കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഒരാൾക്ക് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, നമ്മളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും നമ്മൾ തിരിച്ചും ബിഹേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ സമയത്ത് സുഭാഷ് ജോലിക്ക് പോയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. സുഭാഷ് പണിസൈറ്റിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും ചാന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഏകദേശം സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. ചാന്ദിനിയെ കണ്ടു കഴിഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞു, ഇതെന്ത് പറ്റി ഈ സമയത്ത്, അവിനാശ് നേരത്തെ പോയല്ലോ എന്ന് പറഞ്ഞു. ചിലപ്പോൾ വല്ല കടയിലും പോയി കാണുമായിരിക്കും. ഞാനേ അവിനാശ് എന്നെ കാണാൻ വന്നല്ല, സുഭാഷ് എന്നെ കാണാൻ വന്നതെന്ന് പറഞ്ഞു. എന്നെയോ, എന്നെ എന്തിനാ കാണുന്നതെന്ന് ചോദിച്ചു. അത് ഞാനൊരു സീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, സുഭാഷ് എന്നെ തരാൻ വന്നാന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷിന് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള സീറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ചാന്ദിനി വന്നു. എന്നിട്ട് ഇത്തിരി കഴിച്ചു നോക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു ബോക്സിനകത്തുനിന്ന് എടുത്തു കൊടുത്തു. സുഭാഷിന് ഇഷ്ടമായി, കൊള്ളാം സൂപ്പറായിട്ടുണ്ട്, എങ്കിലും ഇത് സുഭാഷ് ചേട്ടനും വീട്ടിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അല്ല നീ എങ്ങനെ പോന്നേ, ഞാൻ നടന്നു പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചാന്ദിനിയും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ഹിന്ദിയും കാര്യങ്ങളൊക്കെ സുഭാഷും പഠിച്ചു. രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ ഫോണിൽ സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരിട്ട് കാണുമ്പോൾ കുറച്ച് കൈയും കാലമൊക്കെ എടുത്ത് ആംഗ്യ ഭാഷയിൽ കൂടെയൊക്കെ ആയിരിക്കും എന്ന് മാത്രം.
അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞേ തനിച്ച് ഈ സമയത്ത് നടന്നു പോകണ്ട, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷ് തൻ്റെ സൈക്കിളൊക്കെ എടുത്തു. ഇത്തിരി അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു കയറാൻ പറഞ്ഞു. അങ്ങനെ ചാന്ദിനിയെ ഫ്രണ്ടിലിരുത്തി സുഭാഷ് സൈക്കിളും ചവിട്ടിക്കൊണ്ട് വരുവാണ്. ഈ സമയത്ത് സുനന്ദയും ലളിതയും കൂടെ കടയിൽ പോയിട്ട് വീട്ടിലേക്ക് പോകണം. അപ്പോഴാണ് സുനന്ദയെ കാഴ്ച കാണുന്നത്. അമ്മേ നോക്ക്, ഇതെങ്ങ് നോക്ക്, സുഭാഷേണല്ലേ അതെന്ന് ചോദിച്ചു. അതേലോ, അല്ല ഒരു പെണ്ണും ഉണ്ടല്ലോ കൂടെ എന്ന് പറഞ്ഞു. അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞു. എടി നീ ശരിക്കും സൂക്ഷിച്ചു നോക്കിയേ, സുഭാഷ് തന്നെയാണല്ലോ. അതേമേ, എന്നാലും ആ പെണ്ണേതാ, ഇവിടെ ഇതാ ഹിന്ദിക്കാരിയല്ലേ എന്ന് ചോദിച്ചു. അന്ന് ക്ഷേത്രത്തിൽ വന്ന് അത് ശരിയാണല്ലോ. ഭയങ്കര സന്തോഷമായിപ്പോയി സുനന്ദയ്ക്ക്. രക്ഷപ്പെട്ടു, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സുഭാഷേണ്ണും അവൾ നമ്മളുടെ കല്യാണം നടക്കണമെന്ന്. ഇപ്പോഴെനിക്കൊരു സമാധാനമായത്. നീ എന്തൊക്കെയാടി പറയണേ? പിന്നെയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മയെന്ന് പറഞ്ഞു അവർ രണ്ടുപേരും കൂടെ കല്യാണം കഴിക്കുന്നത്. ഇതേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. അനാവശ്യമല്ല എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയപ്പോൾ സുഭാഷ് ആണെങ്കിൽ അവരെ കണ്ടതുകൂടില്ല. കാരണം ഫ്രണ്ടിലിരിക്കുന്ന ചാന്ദിനിയല്ലേ. അപ്പം ചാന്ദിനിയും സുഭാഷും മാത്രമുള്ള ലോകമായിരുന്നു. ചാന്ദിനിയെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പോയപ്പം തിരിച്ച് സൈക്കിളും കൊണ്ട് വരുമ്പോഴാണ് സുനന്ദയും ലളിതയും കൂടെ നടന്നു വരുന്നുണ്ടേ. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല നിങ്ങളിത് എങ്ങോട്ട് പോയതാന്ന് ചോദിച്ചു. ഇപ്പോഴെങ്കിലും നിന്റെ കണ്ണിൽ കണ്ടല്ലോ, അങ്ങോട്ട് പോയപ്പോൾ നിന്റെ കണ്ണിനകത്ത് തന്നെ കുരുടായിരുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ സുനന്ദ ചോദിച്ചു, അവളെ എവിടെ കൊണ്ടുപോയതെന്ന് ചോദിച്ചു. അത് പിന്നെ ചാന്ദിനിയെ വീട്ടിൽ കൊണ്ടു വിടാനായിട്ട്. വീട്ടിലോ? അതെ, അവളെ അവിനാശിനെ കാണാനായിട്ട് പണി സൈറ്റിലേക്ക് വന്ന. അപ്പോൾ അവിനാശ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സന്ധ്യാസമയത്ത് എങ്ങനെയാ തനിച്ച് വിടുന്നതെന്ന് ഓർത്തിട്ടാന്ന് പറഞ്ഞു. സുനന്ദ ചിരിക്കുവാണ്. അപ്പോഴേക്കും സുഭാഷ് എന്ത് ചെയ്തു, തൻ്റെ ആ കവറിനകത്തുനിന്ന് ഒരു ബോക്സ് എടുത്ത് അതിനകത്തുനിന്ന് ചാന്ദിനി ഉണ്ടാക്കി സ്വീറ്റ്സ് എടുത്ത് കൊടുക്കണം, ഇത് കഴിക്കാൻ പറഞ്ഞുകൊണ്ട്. സുനന്ദ കഴിച്ചിട്ട് പറഞ്ഞു സൂപ്പറാന്ന് പറഞ്ഞു. ലളിതയ്ക്ക് കൊടുത്തപ്പോൾ ലളിത പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു ഇത് ചാന്ദിനി ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു. ആണോ, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. അതേ സുഭാഷ് ചേട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ പെൺകുട്ടിയെ, എന്നാ നിങ്ങളുടെ കല്യാണം എന്ന് ചോദിച്ചു. സുഭാഷ് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. പിന്നെ സുഭാഷ് എൻ്റെ മുഖത്തെ നാണം കണ്ടാൽ അറിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേനും സുനന്ദ പറഞ്ഞു കണ്ടില്ലമ്മേ സുഭാഷയുടെ മുഖത്തെ നാണം. പിന്നെ സുഭാഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സുനന്ദയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ. സുനന്ദ വാദോരാതെ സംസാരിക്കുന്നുണ്ട്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ലളിതയ്ക്ക് സന്തോഷമായി. കാരണം സുനന്ദയുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ സുനന്ദ സംതൃപ്തിയാന്നുള്ള കാര്യം മനസ്സിലായി. സുനന്ദയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം സുഭാഷേൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് വീട്ടിലേക്ക് വന്നു. ഈ സമയത്തൊക്കെ സുധീഷ് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. സുധീഷിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗായത്രി വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഗായത്രി എങ്ങാനും വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഓർത്ത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ 2 ചെറുക്കൻ പിള്ളേർ വരുവാണ്. അവരെ കണ്ടപ്പോൾ സുധീഷ് ചോദിച്ചു നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സുധീഷിനോട് ചോദിച്ചു ചേട്ടൻ എന്തിനാ ഫോണോ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഫോണോ? എൻ്റെ ഫോൺ ഓഫാന്ന് നിങ്ങൾ തന്നെ അറിയാം. അതേ ഗായത്രി ഞങ്ങളെ പറഞ്ഞു വിട്ടതാ. ഗായത്രി വിളിച്ചിട്ട് കോൾ എടുക്കണില്ല, ഫോൺ ഓഫാന്ന് പറഞ്ഞു. ചേട്ടാ മര്യാദയ്ക്ക് കോൾ എടുക്കുക, ഞങ്ങളിന്ന് കണ്ടതല്ലേ ചേട്ടൻ അവിടെ വന്നപ്പം. അത് ഇവന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ചേട്ടൻ എന്ത് പരിപാടിയെ കാണിക്കണേ? നിങ്ങൾ തമ്മിൽ എന്തിനാ ബ്രേക്കപ്പ് ആയത്? അവൾക്ക് ചേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇപ്പം ഞങ്ങൾ അവളോട് പറഞ്ഞിട്ട് വന്നേക്കുന്നത് എന്താണെന്നറിയാവോ? ചേട്ടനെ കൊണ്ട് വിളിപ്പിക്കാന്നാ. ചേട്ടൻ അവളെ ഫോൺ വിളിക്കുക, അവളപ്പടി കരച്ചിൽ തന്നെയാ. എനിക്ക് പറ്റില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങളെന്ന് പറഞ്ഞു. ഇതേ ചേട്ടാ വെറുതെ അനാവശ്യം കേട്ടോ, ഇത്രയും കാലം ലവ് ചെയ്തിട്ട്. എടാ നിങ്ങൾ അറിയുന്ന പോലെ ഒന്നുമല്ല, 2 ആഴ്ച ആയുള്ളൂ ഞങ്ങൾ തമ്മിലുള്ള പരിചയം തുടങ്ങിയിട്ട്, അതിനപ്പുറത്തേക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷ് വന്നു. ഇതാരാന്ന് ചോദിച്ചു. ആ സമയത്ത് അവന്മാർ പറഞ്ഞു അതെ ഞങ്ങൾ ഗായത്രിയുടെ ഫ്രണ്ട്സാന്ന് പറഞ്ഞു. ഗായത്രി എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഹരീഷിന് മനസ്സിലായി. ആ സമയം സുധീഷ് പറഞ്ഞു എടാ എനിക്ക് അവളോട് ലവ് ഒന്നും ഇല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല, ഞാൻ അവളെ ജസ്റ്റ് ഫ്രണ്ടായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ മുന്നിൽ വെച്ച് അവൾ ചേട്ടനോട് സംസാരിക്കുന്നേ. ഫ്രണ്ട്സാണോ അങ്ങനെ സംസാരിക്കുന്നത്? ചേട്ടൻ എന്താ ഒട്ടും ബോധമില്ലേ എന്നൊക്കെ ചോദിച്ചു. അത് പിന്നെ ചേട്ടൻ മര്യാദയ്ക്ക് വിളിക്കാൻ നോക്കാൻ പറഞ്ഞു. ഒടുവിൽ സുധീഷ് പറഞ്ഞു ഞാൻ വിളിച്ചോളാം, നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു അവൻ വിളിച്ചോളും, നിങ്ങൾ പോകാൻ പറഞ്ഞു. അങ്ങനെ അവന്മാരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് സുധീഷിന് നേരെ തിരിഞ്ഞിട്ട് ഹരീഷ് ചോദിച്ചു സുധീഷേണ്ടത് എന്ത് പരിപാടിയാണ് കാണിക്കണേ? സുധീഷേനോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ടാത്ത പണിക്കൊന്നും പോവരുന്ന്. എടാ എനിക്ക് അവളോട് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നിനക്കറിയാലോ നിധിയെ ഞാൻ എങ്ങനെയാലും എന്നിലേക്കൊന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ മുന്നിൽ ഒരു നാടകം കളിച്ചുകൊണ്ടിരുന്നല്ലേ, അല്ലാതെ എനിക്ക് ആ പെണ്ണിൻ്റെ പിന്നാലെ പോകാൻ പറ്റുമോ? ഞാൻ അപ്പോഴേ പറഞ്ഞു ഇതൊക്കെ വയ്യാവേലി ആവുമെന്ന്. അവസാനം കുരിശായ തലയ്ക്ക് മുഴയ്ക്കുമെന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? പറഞ്ഞാൽ കുറച്ചെങ്കിലുമൊക്കെ അനുസരിക്കണം. അനുജനായാണെങ്കിലും പറഞ്ഞ നല്ലതാത്ത
പറഞ്ഞു തരുന്ന നല്ല കാര്യമാണെങ്കിൽ അതനുസരിക്കണമെന്ന് പറഞ്ഞു. ഒടുവിൽ ഒന്നും മിണ്ടാതെ സുധീഷ് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പം നിധി അടുക്കളയിലേക്ക് വന്നു. സുഭാഷ് തിരക്കിട്ട ജോലിയിലായിരുന്നു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിധിയും കൂടെ കൂടി. അപ്പോഴാണ് ഭാസ്കരൻ്റെ വരവ്. ഭാസ്കരൻ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി വരുവാണ്. എങ്ങനെയുണ്ടച്ചാ കുറഞ്ഞോ? പിന്നല്ലാതെ എൻ്റെ മോള് മരുന്ന് തന്നാൽ പിന്നെ എനിക്ക് കുറയാതിരിക്കും. അമ്മാതിരിയല്ലായിരുന്നോ എന്ത് ഗുളികയാ തന്നത്? അത്ര ഗുളിക എൻ്റെ ഉള്ളിലേക്ക് തന്നാൽ ഞാൻ ഡബിൾ സ്ട്രോങ് ആയില്ലേന്ന് ചോദിച്ചു. നീതി പറഞ്ഞു, അതെ ഇനി ഇങ്ങനെ പനിയൊന്നും വരുത്തി വെച്ചേക്കല്ല, പനി വന്നാൽ പോലും ഹോസ്പിറ്റലിൽ പോയിക്കോണം എന്ന് പറഞ്ഞു. ഓ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, മുമ്പോട്ട് അച്ഛൻ എങ്ങനെയാ പനിയൊക്കെ വന്നാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചാലും അച്ഛൻ വരത്തില്ല, അച്ഛനോട് കിടക്കുള്ളൂ, പിന്നെ ഞാൻ എന്തെങ്കിലും ഗുളികയൊക്കെ കൊണ്ടേ കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, സുഭാഷ് ചേട്ടാ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭാസ്കരൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കുമാണ് തോമസ് അങ്ങോട്ടേക്ക് വരുന്നത്. അതായത് സുധീഷിൻ്റെ ട്രാവൽ ഏജൻസിയിലേക്ക് ഓണർ വരുന്നത്. തോമസ് ചേട്ടൻ അങ്ങോട്ട് വന്നപ്പോൾ സുധീഷ് എടുത്തേ, തോമസ് ചേട്ടൻ എന്താ ഇവിടേക്ക്? തോമസ് ചേട്ടൻ വന്നിട്ട് സുധീഷിനോട് ചോദിച്ചു, എടാ നിന്നെ വിളിച്ചാൽ കിട്ടുന്നില്ലല്ലോ, നീ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കണേന്ന് ചോദിച്ചു. അയ്യോ അത് പിന്നെ ഞാൻ പെട്ടെന്ന് ചാർജില്ല, നിന്റെ ഫോണ് ഞാൻ പറയണില്ല, ഒരു അത്യാവശ്യ കാര്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ കിട്ടത്തില്ലല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു. ആ സമയത്ത് ഹരീഷ് വന്നിട്ട് എന്താ ഏട്ടാന്ന് ചോദിച്ചു. ഇവനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയം സുഭാഷ് ചേട്ടാ നിന്റെ ഫോണിന് ഇത് എന്ത് പറ്റി? അത് പിന്നെ ചാർജ് കയറുന്ന ഓഫായി പോയതാ, ഞാനത് നോക്കിയില്ല എന്ന് പറഞ്ഞു. എടാ അത്യാവശ്യം ഓട്ടം വന്നിട്ടുണ്ട്, അതിങ്ങനെ വണ്ടി നീ ഇവിടെ കൊണ്ടിട്ടേക്കുമല്ലേ, നിന്നെ വിളിച്ചാൽ കിട്ടത്തുമില്ല, അതാ നേരിട്ട് ഞാൻ വന്നേ, 1 മണിക്കൂറിനുള്ളിൽ അവർക്ക് ഓട്ടം പോകേണ്ടതാ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അത് പിന്നെ ഞാൻ പെട്ടെന്ന് നീ പോയി റെഡിയായിട്ട് വരാൻ നോക്ക് എന്ന് പറഞ്ഞു. ശരി ഒരു 10 മിനിറ്റ് ഞാനിപ്പോൾ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ആ സമയം അകത്ത് പോയി നിധി ചായയൊക്കെ എടുത്തിട്ട് തോമസേട്ടന് കൊടുത്തു. തോമസേട്ടൻ പറഞ്ഞു, അതെ അവൻ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, എനിക്ക് ട്രാവൽ ഏജൻസി കുറേ ജോലികളുണ്ട്, അവനോട് വന്നേക്കാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ തോമസ് ചേട്ടൻ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും സുഭാഷ് ചോദിച്ചു, അല്ല അവൻ സാധാരണ ഫോൺ ഓഫ് ചെയ്ത് വെക്കുന്നതല്ലോ, അല്ലെങ്കിൽ ചാർജ് ചെയ്തിരിക്കുന്നതല്ലോ, എപ്പോഴും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നവനാ. ആ സമയത്ത് ഫോൺ ഓണാക്കി വെച്ചേക്കുമായിരുന്നു സുധീഷ്. ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. നിധി പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ 17 മിസ് കോൾ ഉണ്ട് ഗായത്രിയുടെ. ഇത്രയും മിസ് കോളോ? നിധി നോക്കിക്കഴിഞ്ഞപ്പോൾ 90% ചാർജും ഉണ്ട്, ഒരു കുഴപ്പമില്ല, ചാർജൊക്കെ ഉണ്ട്. നിധി പെട്ടെന്ന് സുഭാഷിൻ്റെ അടുത്തൊന്ന് കാര്യം പറഞ്ഞു. സുഭാഷ് ചേട്ടാ ഇതൊന്നുമില്ല, വേറെ എന്തൊരു കാര്യമുണ്ട്, ആ പെൺകൊച്ചാ വിളിച്ചോണ്ടിരിക്കുന്നത്. ഇതേതാ? ഞങ്ങളിടയ്ക്ക് പറഞ്ഞിട്ടില്ലേ ഒരു ഗായത്രിയുടെ കാര്യം, ബസ് സ്റ്റോപ്പിൽ വെച്ചോ? ഓ അതെ അവളെ വിളിച്ചോണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞ് സുധീഷ് വന്നു. സുധീഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നിധി ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു, ഇതേ ഗായത്രി വിളിക്കുന്നുണ്ട്, 10-17 മിസ് കോളും ഉണ്ടായിരുന്നു പറഞ്ഞു. ഒരു നിമിഷം സുധീഷ് ഒന്ന് ഞെട്ടി. പെട്ടെന്ന് സുഭാഷ് ചോദിച്ചു, ആരുടെ അവള്? അങ്ങനെയൊന്നും ഇല്ലെന്നേ, എൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറഞ്ഞു. എടാ ആരാണെങ്കിലും വിളിക്കുന്നുണ്ട്, നീ സംസാരിക്കുക. ഞാൻ പിന്നെ വിളിച്ച് സംസാരിച്ചാളോന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. സുധീഷിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പം പതിവ് പോലെ തന്നെ നികേഷും നിധിയും കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. അപ്പം നികേഷിനെ ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് നിധി ഇപ്പോൾ സ്കൂട്ടിക്കാണ് പോകുന്നത്. അപ്പം നികേഷിൻ്റെ ബസ് വരാൻ വേണ്ടി കാത്തിരിക്കണ സമയത്ത് ഗായത്രി അവരുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് രണ്ടുപേരുടെ സംസാരിച്ചു. നികേഷിനോട് ചോദിച്ചു, അല്ല ആ ചേട്ടൻ എന്തിയെ, സുധീഷ് ചേട്ടൻ എന്തിയെന്ന് ചോദിച്ചു. വന്നില്ല എന്ന് പറഞ്ഞു. അല്ല എന്തിയെ, ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. ഗായത്രി അങ്ങോട്ട് പോയി മാറി നിന്നു. പിന്നീട് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ഗായത്രി വന്ന് ചോദിച്ചൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല നിധിക്ക്. നിധി പറഞ്ഞു, ഞാൻ പോയേക്കോ എന്നും പറഞ്ഞുകൊണ്ട് നിധി ഓഫീസിലേക്ക് അങ്ങോട്ട് പോയി. നിധി പോയി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും നികേഷിൻ്റെ അടുത്തേക്ക് ഗായത്രി വന്നു. ഗായത്രി വന്നിട്ട് പറഞ്ഞു, അതെ ആ ചേട്ടനെ ഞാൻ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല, അതാ ഞാൻ ചോദിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് ചോദിച്ചു, അല്ല സുധീഷ് ചേട്ടനെ കണ്ടല്ലായിരുന്നു എന്ന് ചോദിച്ചു. അതെ ബർത്ത്ഡേക്ക് വന്നായിരുന്നു, പക്ഷെ ബർത്ത്ഡേക്ക് വന്നു കഴിഞ്ഞിട്ട് സുധീഷ് ചേട്ടൻ പെട്ടെന്ന് പോയി. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് ചേട്ടൻ പെട്ടെന്ന് പോയി. എന്താണെന്നറിയില്ല, ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, എനിക്ക് ആ പാടെ ടെൻഷനാന്ന് പറഞ്ഞു. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്തി അവരെല്ലാം എന്നെ കളിയാക്കുക. നിൻ്റെ ലവർ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചുകൊണ്ട്. ലവറോ? ഒരു നിമിഷം നികേഷ് ഞെട്ടിപ്പോയി. അവിടം വരെ എത്തിയോ കാര്യങ്ങളെന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടാവുകയാണ്. എനിക്ക് ആ ചേട്ടനോടൊന്ന് സംസാരിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗായത്രി കരയാൻ തുടങ്ങി. ഓ അങ്ങനെയാണല്ലേ, എങ്കിലൊരു കാര്യം ചെയ്യാം, വാ സംസാരിച്ചാൽ മതിയെന്ന് ചോദിച്ചു. നേരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാണ് നികേഷ്. ഈ സമയത്ത് സുഭാഷ് ജോലിക്ക് പോകാൻ തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. ഭാസ്കരനുണ്ടായിരുന്നു. സുധീഷ് വീട്ടിൽ ഇരിക്കുക. ഹരീഷും ഇറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. സുധീഷ് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് ചേട്ടൻ നിന്നെ തോമസ് ചേട്ടൻ വന്ന് വിളിച്ചിട്ട് പോയതല്ലേ, നീ എന്താ റെഡിയായിട്ട് ഇവിടെ ഇരിക്കണം, പോണില്ലേന്ന് ചോദിച്ചു.
പോകണം എന്ന് പറഞ്ഞു. നിനക്കിത് എന്ത് പറ്റിയടാ? ഒന്നുമില്ല, സുഭാഷേട്ടൻ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ സുഭാഷ് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനാണ് ഗായത്രിയും കൂട്ടിക്കൊണ്ട് നികേഷ് വരുന്നത്. അല്ല ഇതേതായി പെങ്കൊച്ച്, ഒന്നും മനസ്സിലായില്ല. അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരുമ്പോഴത്തേനും ഭാസ്കരനോർത്തു ഒരു പെണ്ണിനെയും കൂട്ടി നികേഷ് വരുന്നു. ഇത് ഏതവളാടാ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ. സുധീഷ് ഒരു നിമിഷം ഞെട്ടിപ്പോയി ഗായത്രിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന്, ഗായത്രി നീയോ? സുധീഷാണ് എന്ത് പരിപാടി കാണിച്ചത്? ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തതെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ഹരീഷ് വന്ന് നികേഷിനോട് ചോദിച്ചു, എന്ത് പരിപാടിയാടാ നീ കാണിച്ചേ? അതെ അതെ സുധീഷയാണ് ഒരു ഇത്തിരി ഇത് കൂടുതലുണ്ട്. സുധീഷയാണ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു വേണ്ടാന്ന്. സുധീഷയുടെ വലിയ ആള് കളിച്ചു. അപ്പോൾ ഒരു പണി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് വന്നിട്ട് ഇത് ഏതാ പെണ്ണെന്ന് ചോദിച്ചപ്പോൾ ഹരീഷ് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ ബസ് സ്റ്റോപ്പിൽ. അത് ഈ പെങ്കൊച്ചാണോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗായത്രി കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സുധീഷേടനെ എത്ര വട്ടം വിളിച്ചു, സുധീഷേടൻ കോൾ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞു കഴിയുമ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, ഗായത്രി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. സുധീഷേടൻ എന്നോട് കൂടുതലൊന്നും പറയണ്ട. ഞാൻ വിളിച്ചാൽ കോൾ എടുത്താൽ എന്താ? എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കുക അറിയാലോ. ബർത്ത്ഡേക്ക് വന്നിട്ട് ഒന്നും മിണ്ടാതെ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോന്നു. എനിക്ക് എത്രമാത്രം ടെൻഷൻ ഉണ്ടായെന്നറിയാവോ? അപ്പോഴേക്കും സുഭാഷ് ചോദിച്ചു, എന്താടാ അതെന്ന് ചോദിച്ചു. ഒന്നുമില്ല സുഭാഷ് ചേട്ടാ, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞു, ഗായത്രി നീ ഇങ്ങോട്ട് വന്നേ, നിന്നോട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ സുഭാഷ് ചോദിച്ചു, എന്താടാ? ഒന്നുമില്ല, ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് വീണ്ടും പുറയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഗായത്രിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് നികേഷ് സുഭാഷിനോട് പറഞ്ഞു, ഇപ്പം സുഭാഷ് ചേട്ടന് മനസ്സിലായല്ലോ സുധീഷ് ചേട്ടൻ്റെ സ്വഭാവം എന്താന്ന്. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞു ഇതൊന്നും വേണ്ടാന്ന്. ഇപ്പം ആണ്ടെ ആ പെങ്കൊച്ച് ലവറാന്ന് പറഞ്ഞ് വന്നിരിക്കുമോയെന്ന് പറഞ്ഞു. ഈ സമയത്ത് സുധീഷ് ഗായത്രിയോട് പറഞ്ഞു, ഗായത്രി നീ കോളേജിൽ പഠിക്കുന്ന പെങ്കൊച്ച, ഞാനാണെങ്കിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറും സെറ്റാകത്തില്ല. അത് മാത്രമല്ല ഞാൻ നിന്നെ ഫ്രണ്ടായിട്ടാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ സുധീഷ് ചേട്ടൻ എന്തിനാ എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചേ? അങ്ങനെ സംസാരിക്കേണ്ട കാര്യം എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൊച്ചിങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും സുഭാഷ് അങ്ങോട്ട് വന്നു, എന്താടാ അതെന്ന് ചോദിച്ചു. ഒന്നുമില്ല സുഭാഷ് ചേട്ടൻ പോയിക്കോ, ഞാൻ മാനേജ് ചെയ്തോളാം, മിണ്ടാതിരിക്കണം, എനിക്ക് കാര്യം അറിയണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗായത്രി പറഞ്ഞു, സുധീഷ് ചേട്ടനെ എനിക്കിഷ്ടമാണ്, സുധീഷ് ചേട്ടനെ എന്നെ ഇഷ്ടമാണെന്നാണ് ഞാൻ കരുതിയത്. ഞങ്ങൾ തമ്മിൽ എന്ന് സംസാരിക്കുമായിരുന്നു രാത്രി 11 മണിക്കും 12 മണിക്കും ഒക്കെ. എന്നിട്ട് ഇപ്പോൾ സുധീഷ് ചേട്ടൻ പറയുന്നു എന്നെ വേണ്ടാന്ന്. എനിക്ക് സുധീഷ് ചേട്ടൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, സുധീഷ് ചേട്ടനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ പറയാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ കണ്ടുള്ളൂ. പക്ഷേ ഇത് കേട്ടപ്പോൾ സുഭാഷ് രൂക്ഷമായിട്ട് സുധീഷിനെ നോക്കി. എന്നിട്ട് അവളോട് ചോദിച്ചു, നിനക്ക് വല്ല കാര്യങ്ങളും അറിയാവോ വെച്ചെന്ന് ചോദിച്ചു. എന്ത്? ഇവൻ്റെ കല്യാണം കഴിഞ്ഞാന്ന് പറഞ്ഞു. കല്യാണോ? എടാ നീ അത് പറഞ്ഞിട്ടില്ലേ? അത് പിന്നെ ഇവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5-8 മാസമായതാ. നീ ഇത് എന്തറിഞ്ഞിട്ടാ ഇവൻ്റെ പിന്നാലെ നടക്കണമെന്ന് ചോദിച്ചു. സത്യമാണോ സുധീഷ് ചേട്ടാന്ന് ചോദിച്ചു. അത് പിന്നെ സത്യമാന്ന് പറഞ്ഞു. ഗായത്രി തകർന്നു പോയി, എന്ത് ചെയ്യണമെന്നറിയില്ല നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.